ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണോ? അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടല്ല എന്നാലും കുറച്ച് നല്ല ടേസ്റ്റുള്ള ഒരു കൊഞ്ച് റെസിപ്പി നോക്കാം. അപ്പോൾ എത്രമാത്രം കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. കൊഞ്ചാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞില്ല, ആൾ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ആൾ വിചാരിച്ച പച്ചമീനാണെന്നാണ്. കൊഞ്ചിട്ട് കൊടുത്തപ്പോൾ ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കൊഞ്ച് തീയലാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വീട്ടിൽ കൊഞ്ച് ഫ്രൈ, കൊഞ്ച് റോസ്റ്റ്, കൊഞ്ച് കറി അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കുന്നുണ്ടാവാം. അപ്പോൾ തീയൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. മുരിങ്ങക്കോലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, ആദ്യമേ പറഞ്ഞേക്കാം. കാരണം മുരിങ്ങക്കോല് ഇന്നത്തെ ഞങ്ങൾ ഇട്ടിട്ടില്ല, കാരണം മുരിങ്ങക്കോല് കിട്ടാനില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. പക്ഷെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് മുരിങ്ങക്കോല് ചേർക്കാം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കൊഞ്ചെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര കുറച്ച് പൈസയൊക്കെ കൂടുതലാണ്. ഓക്കെ, ആഹാരം 2-3 വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൊഞ്ച് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി. പക്ഷേ കിട്ടാൻ വേണ്ടിയിട്ട് വഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനിപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും 100 രൂപയ്ക്ക് കൊഞ്ച് വാങ്ങിച്ചിട്ട് വന്നതാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വലിയ ക്വാളിറ്റിയുള്ള നല്ല പടപടായിരിക്കുന്ന കൊഞ്ചൊന്നും അല്ല, ചെറിയ കൊഞ്ചുകളാണ്. പക്ഷേ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാം, റോസ്റ്റ് ചെയ്യാനും അപ്പോൾ ആദ്യം ഞാൻ തീയൽ വയ്ക്കാനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് തീയൽ വയ്ക്കാൻ വേണ്ടി തേങ്ങ തിരുവണം. ഓക്കെ, നമുക്കപ്പോൾ അതിനകത്തേക്ക് പോകാം. തേങ്ങ നമ്മൾ തിരുവി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്, അരച്ചെടുക്കുകയല്ല, ചതച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചട്ടിക്കകത്തിട്ട് വറുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് കഷ്ണം എന്നല്ല, കുരുമുളക് നോർമൽ നമ്മൾ ഫുള്ളായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പുളിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ആറാൻ വേണ്ടി വെക്കണം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ടാവും ഉപ്പ് ഐറ്റം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ആറാൻ വേണ്ടി വെച്ചിട്ട് അതേ ചട്ടിക്കകത്ത് നമ്മൾ കടുക് വറുക്കാൻ വേണ്ടി പോവുകയാണ്. സ്പീഡായിട്ട് ചെയ്യുന്നുണ്ടാണ് കേട്ടോ, അതേ ചട്ടി തന്നെ എടുത്തത്. ഓക്കെ, നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കരുത്. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കടുകൊക്കെ വറുത്ത് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി എന്ന് പറയുമ്പോൾ സവാളയെക്കാളും എപ്പോഴും ചെറിയുള്ളി തന്നെ തീയലിന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിപ്പോൾ ഏത് തീയലായാലും, പച്ച തീയൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തരച്ച് തീയൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ചെറിയുള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം സവാളയെക്കാളും എപ്പോഴും ടേസ്റ്റ് എന്തായിരിക്കും, ചെറിയുള്ളി ആയിരിക്കും. ഓക്കെ, അതിനുശേഷം പച്ചമുളകും തക്കാളിയും കൂടെ ആഡ് ചെയ്യണം. ചെറിയുള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണോ? അത് മറന്നു പോകരുത് കേട്ടോ. ഇതൊക്കെ കറക്കി ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റങ്ങളാണ്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേണം തക്കാളി വേവിക്കാൻ. അല്ലാതെ തക്കാളി ഇളക്കി കൊടുക്കുന്നതിനേക്കാളും അടച്ച് വെച്ച് വേവിക്കുമ്പോൾ വെള്ളവും കൂടെ ഊർന്ന് വരുന്നത് കാരണം നന്നായിട്ട് വേവും. ഇനി നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. നമ്മളെ തേങ്ങ പൊടിച്ചെടുക്കാം കേട്ടോ. തേങ്ങ പൊടിക്കുമ്പോൾ നന്നായിട്ട് അരയ്ക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, ഇനി അടി പിടിക്കുമെന്നൊന്നും വിചാരമൊന്നും വേണ്ട കേട്ടോ. നമ്മളത് തക്കാളിയൊക്കെ ആഡ് ചെയ്ത് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും, കാരണം തക്കാളിയിൽ നിന്ന് വെള്ളം നോർമലി ഊർന്ന് വരുന്നത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് ശേഷം കൊഞ്ചും കൂടെ ആഡ് ചെയ്യുക. കൊഞ്ചിന് അത്ര ഒരു സുഖം പോരാ എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കൊഞ്ചെന്ന് പറഞ്ഞ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് നോക്കണം. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. പൈസയൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നോക്കണം കേട്ടോ. അടച്ചു വെച്ച് കുറച്ച് നേരം കൂടെ കൊഞ്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് തേങ്ങ അരച്ചെടുക്കണം. ഈ തീ മാതിരി എടുത്ത് എണ്ണ തെളിഞ്ഞു വരണം. ഓക്കെ, തേങ്ങയിൽ നിന്നാണല്ലോ എണ്ണ ഉണ്ടാകുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എണ്ണ ഊർന്ന് വരും. ആ എണ്ണ ഊർന്ന് വന്നാൽ മാത്രമേ നമ്മൾ തീയലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നോർമലി നിങ്ങളിത് വെക്കുന്ന സമയത്ത് ഈ ഒരു പോയിൻ്റ് മറന്നു പോകാനേ പാടില്ല. ഓക്കെ, അതിനുശേഷം ഇത് നന്നായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കഴുകി എടുക്കുന്ന വെള്ളം ഉണ്ടാവില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഞങ്ങളിപ്പോൾ ഒരു ദിവസം ഇത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ തലേ ദിവസം കൊഞ്ച് റോസ്റ്റ് വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഷെയർ ചെയ്യാം. സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തീയലൊക്കെ അത്യാവശ്യം സമയമൊക്കെ ഉള്ളപ്പോൾ ഒരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ഒന്നും ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണ ഊർന്ന് വരും. കൊളസ്ട്രോൾ ഉള്ളവരൊന്നും ട്രൈ ചെയ്യല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അല്ലാതെ നമുക്ക് നോർമലി ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വല്ലപ്പോഴൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ കറി വെച്ച് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ അപ്പോൾ ഗുഡ് ബൈ.